വിജയ് ഒരു എക്സ് ഫാക്ടറായിട്ട് ഈ തമിഴ്നാട് ഇലക്ഷനിൽ മാറുകയാണോ? സ്റ്റാലിന്റെ ഉറക്കം നഷ്ടമാകുന്നുണ്ടോ? ബാലറ്റ് പെട്ടിയിലേക്ക് വോട്ടുകൾ വീണതിന് ശേഷം ഇന്നിതാ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തമിഴ്നാട് ചൂടേറിയ ചർച്ചയിൽ നിൽക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇനി 10 ദിവസങ്ങൾക്ക് മാത്രമേ ബാക്കിയുള്ളൂ വോട്ട് എണ്ണാൻ വേണ്ടിയിട്ട്. തമിഴ്നാട് അതിൻ്റെ എല്ലാ ചൂടും ആവാഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. DMK ശക്തമായ രീതിയിൽ തുടർഭരണം നടത്തുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതോ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ തമിഴ്നാട് ജനത? AIDMKയ്ക്കും TVKയ്ക്കും വേണ്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ AIDMKയും തലവേദനയിൽ നിൽക്കുകയാണ്. കാരണം തങ്ങൾക്ക് കിട്ടേണ്ട പല വോട്ടുകളും TVK അടിച്ചെടുത്തുകൊണ്ട് പോകുന്നുള്ള ചോദ്യമുണ്ട്. TVK ആയിക്കോട്ടെ എത്ര കിട്ടിയാലും ഗതി ഗംഭീരം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. കാരണം വിജയ് എന്ന ഒറ്റ വ്യക്തിയിൽ മേൽ മാത്രമായിട്ട് നിന്നിരുന്ന TVK എന്ന പാർട്ടി വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര സീറ്റുകൾ വരെ TVKയ്ക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങൾ വരെ ഇവിടെ നിൽക്കുകയാണ്. കാരണം വിജയ് മാത്രമാണല്ലോ TVK എന്ന പാർട്ടിയിൽ ആൾക്കാർക്ക് അറിയാവുന്നൊരു വ്യക്തി. അവിടെ നിന്നുകൊണ്ട് ആ പാർട്ടി ഒരൊറ്റ ഫേസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഇത്രയധികം വളർന്നെങ്കിൽ അത് TVKയുടെ വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വിലയിരുത്തുകയും ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ പവർ ഓഫ് TVK? TVKയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും ശക്തി കിട്ടുന്നത്? TVKയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫ്യൂവൽ ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. TVKയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സിനായിട്ട് നിൽക്കുന്നത് വനിതാ വോട്ടർമാരും യുവാക്കളും തന്നെയാണെന്നത് തർക്കമില്ല. പലർക്കും 18 വയസ്സിന് താഴെയാണ് എന്നത് സത്യമാണ്. അവരൊന്നും വോട്ടിംഗ് ബൂത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും TVKയ്ക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് ഈ 18 വയസ്സിന് താഴെ നിൽക്കുന്ന പിള്ളേർ ഉൾപ്പെടെ ഉള്ളവരാണെന്നത് സത്യവും കൂടി നമ്മൾ പറയണം. എന്നാൽ ഇനി 18 വയസ്സിന് മുകളിലുള്ളവരെടുത്ത് നോക്കുകയാണെങ്കിൽ ആ യൂത്ത്, അതാണ് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുമായുള്ള വിഭാഗക്കാർ. 18 മുതൽ 35 വയസ്സ് വരെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിജയുടെ കീ ഫാക്ടർ എന്ന് വിളിക്കാൻ കഴിയുന്ന ഈ യൂത്ത്, വിജയുടെ സിനിമാ ജീവിതം വളരെ വീക്ഷണത്തോടെ വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അവർ പെട്ടെന്ന് വിജയ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇറങ്ങുകയാണ്. വാ മക്കളെ എല്ലാവരും കൂടി വാ, ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരാമെന്ന് വിജയ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂത്ത് മുഴുവനായിട്ട് ഇപ്പോൾ വിജയുടെ പൊളിറ്റിക്സിലേക്ക് എൻട്രി ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇവരെല്ലാവരും കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തി TVKയ്ക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അതിൽ അത്ഭുതപ്പെടരുത്. കാരണം വിജയ് നടത്തിയ ഓരോ പ്രസംഗങ്ങൾ, വിജയ് എന്ന് പറയുന്ന വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള വ്യക്തി, നിങ്ങൾ അത് ആലോചിക്കണം. കാരണം വിജയ് എന്ന് പറയുന്ന വ്യക്തി സാധാരണയായി നമ്മൾ വിജയുടെ വിശ്വരൂപം കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? സിനിമാ മേഖലയിലേക്ക് വന്ന സമയത്ത് ഓഡിയോ ലോഞ്ചുകളിൽ മാത്രമാണ്. കാരണം അപ്പോൾ മാത്രമാണ് വിജയ് ഒരു അരമണിക്കൂർ നീണ്ടു നിന്നോ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കത്തി മുതലാണ് വിജയ് ഓഡിയോ ലോഞ്ചുകൾ നടത്താൻ തുടങ്ങിയത്. അവിടെ പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങിയത് മെർസലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. അവിടെ നിന്നുകൊണ്ട് വിജയുടെ വളർച്ച വളരെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വീക്ഷിക്കണം. വിജയ് വളരെ സോഫ്റ്റ് സ്പോക്കണാണ്. വിജയുടെ അനിയത്തി ചെറുപ്പത്തിലേ മരിച്ചു എന്നതിൻ്റെ കാരണത്താൽ വിജയ്ക്ക് ഇത് വലിയ ട്രോമയായി മാറുകയും വിജയ് വളരെ ഒതുങ്ങിപ്പോവുകയും ഒരു ജീവിതവുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് വിജയ്. സിനിമയിൽ ആക്ഷനും ഫൈറ്റും പാട്ടും ഡാൻസും എല്ലാം കാണിച്ചുകൊണ്ട് ക്യാമറ ഓൺ ആക്കുമ്പോൾ മറ്റൊരു വിജയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ക്യാമറ ഓഫായി കഴിയുമ്പോഴുള്ള വിജയ് തീർത്തും അൺപ്രഡിക്റ്റബിൾ ആണ്. അദ്ദേഹം ആരോടും സംസാരിക്കാറില്ല, വളരെ സോഫ്റ്റ് സ്പോക്കണാണ്. സെറ്റിൽ വരുന്നതും പോകുന്നതും പോലും ആരും അറിയാറില്ല. ഇത്രയും വലിയൊരു സ്റ്റാർ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചർച്ചയിൽ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയാണ്. അതിന് മുന്നേ തന്നെ വിജയ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളൊക്കെ ചെയ്തു തുടങ്ങി. മെർസൽ ചെയ്തു തുടങ്ങി, സർക്കാർ എന്ന് പറയുന്ന സിനിമ തന്നെ ചെയ്തു തുടങ്ങി. ഈ സർക്കാർ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വിജയ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതായത് സർക്കാരിൽ വിജയുടെ പാർട്ടിയുടെ കൃത്യമായ ബ്ലൂ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഇപ്പോൾ 2026 ഇലക്ഷൻ നിൽക്കുമ്പോഴേക്കും സർക്കാരിന് അതേ കഥകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതിലുള്ള സിനിമാറ്റിക് മൊമെന്റ്സ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനിടയിൽ വിജയ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രഖ്യാപിക്കുന്നത് വരുമ്പോൾ വിജയോ പൊളിറ്റിക്സോ എങ്ങനെ? വിജയ് പോലെ ഒന്നും മിണ്ടാത്ത ഒരു പൂച്ചക്കുട്ടി പോലെ ഒരാൾ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്? സംസാരിക്കണം, വാക്കുകൾ ഏറ്റവും ഷാർപ്പായിരിക്കണം, കൃത്യമായ അടികൾ അടിക്കണം എന്നൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇഷ്ടംപോലെ പോസ്റ്റുകൾ കമൻസും ഒക്കെ ഞാൻ അപ്പോൾ വായിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ സ്ഥിതി? വിജയ് ഓരോരുത്തർ റാലികൾ നടത്തുന്നു, വിജയ് ഓരോരുത്തർ പ്രസംഗിക്കുന്നു, വിജയ് വളരെ ആനിമേറ്റഡ് ആയിട്ടാണ് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വിജയ് പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. അവിടെയാണ് എക്സ് ഫാക്ടർ വിജയ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. തുടക്കത്തിൽ നമ്മൾ സിനിമകളിൽ കണ്ടുകൊണ്ടിരുന്ന വിജയ് ആയിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം പക്ഷേ വിജയ് ഇവോൾവായി. വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഇവോൾവ് ആവുന്നത് ഓരോ സമ്മേളനങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടക്കത്തിൽ ഞാൻ ആരെയും പേരെടുത്ത് വിമർശിക്കില്ല എന്ന് പറഞ്ഞ അതേ വിജയ് പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പതുക്കെ എതിരാളികളെ ബഹുമാനപുരസ്സരം അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയ വിജയ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എതിരാളികളെ വിമർശിക്കാൻ തുടങ്ങിയ വിജയ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എതിരാളികളെ പൂർണ്ണമായും വിമർശിക്കാൻ തുടങ്ങിയ വിജയ്. ഈ 4 സ്റ്റെപ്പും കൃത്യമായി നമ്മൾ വിജയുടെ എവല്യൂഷൻ ഇൻ പോളിറ്റിക്സ് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. 2 വർഷം കൊണ്ട് വിജയുടെ പ്രധാനപ്പെട്ട 4 പൊളിറ്റിക്കൽ ഷിഫ്റ്റ്സ് നമ്മൾ കണ്ടാൽ മനസ്സിലാകും. പ്രസംഗത്തിലായിക്കോട്ടെ,
ആയിക്കോട്ടെ, ബോഡി ലാംഗ്വേജിലായിക്കോട്ടെ, യൂസ് ചെയ്യുന്ന വാക്കുകളിലായിക്കോട്ടെ, എല്ലാത്തിലും ഇത് എവിഡൻ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൃത്യമായ എവിഡൻസ് ഈ കഴിഞ്ഞ 2 വർഷം 2 മാസ കാലയളവിനുള്ളിൽ വിജയ്ക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് ഇന്ന് ഇതാ തമിഴ്നാട്ടിൽ പോളിംഗ് ബൂത്തിലേക്ക്, ബാലറ്റ് പെട്ടിയിലേക്ക് വോട്ട് വീഴുമ്പോൾ TVKക്ക് അനുകൂലമായിട്ട് മാറാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഒരുപക്ഷെ DMK ഉൾപ്പെടെ TVKയുടെ പൊളിറ്റിക്കൽ എൻട്രിയെ പുച്ഛിച്ച് തള്ളിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. വിജയ്ക്ക് എന്തുണ്ടാക്കാനാണ്? ഇത്രയും വർഷമായിട്ട് DMK എന്ന് പറയുന്ന പാർട്ടി ഇവിടെ നിൽക്കുമ്പോഴേക്കുമാണോ ഇന്നലെ മുളച്ച ഒരു TVK എന്ന പാർട്ടി ഇവിടെ ഭരണം പിടിക്കാമെന്ന് വിശ്വസിക്കുന്നതെന്നുള്ള ചിന്താഗതി വരെ സ്റ്റാലിനുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ വീണ്ടും വ്യക്തമാക്കാം പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാനുള്ള വോട്ടുകളൊന്നും TVK എടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ട്, വിജയ് മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ അതൊന്നും റിയാലിറ്റി അല്ല എന്നത് ആദ്യമേ പറയട്ടെ. വിജയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പല DMK വോട്ടുകളും തങ്ങളുടെ പെട്ടിയിലേക്ക് മാറ്റാൻ കഴിയും, ഭരണവിരുദ്ധ വികാര വോട്ടുകൾ പലതും പിടിക്കാൻ കഴിയും. വിജയ് എന്ന വ്യക്തിയെ, സ്റ്റാർഡമിനെ വിശ്വസിക്കുന്ന ബ്ലൈൻഡ് ഫോളോവേഴ്സിൻ്റെ പല വോട്ടുകളും TVKക്ക് പിടിക്കാൻ കഴിയും. ഇതൊന്നും ചെറിയ ശതമാനമല്ല, ഇതൊക്കെ വലിയ ശതമാനം തന്നെയാണെന്നും പറയേണ്ടിയിരിക്കുന്നു. 10 വർഷം DMKയുടെ MLA ആയി നിന്ന MGR പിന്നീട് AIDMKയിൽ പോയതിനു ശേഷം ഉണ്ടാക്കിയ വോട്ട് ഷെയർ 30% ആണ്. ഞാൻ പറയുന്നത് MGRനേക്കാൾ വലുതായിട്ട് വിജയ് നിൽക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ഇൻ പൊളിറ്റിക്കൽ വൈസ് നിലവിലത്തെ സോഷ്യൽ മീഡിയ കാലയളവിൽ ആ വിജയ് ഉണ്ടാക്കിയെടുത്ത പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, വിജയ് എന്ന് പറയുന്ന എക്സ് ഫാക്ടറിനെ കണ്ണുടച്ച് മാറ്റി നിർത്താൻ കഴിയില്ല. ഈ എക്സ് ഫാക്ടർ തന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആര് ഭരണം പിടിക്കും എന്നുള്ള നിർണായകമായ ഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞാലും അതിൽ അത്ഭുതപ്പെടരുത്. ഇപ്പോൾ BJPയുടെ തണലിൽ AIDMK എത്തുമ്പോൾ പോലും, DMK സ്വതന്ത്രമായി വളരെ ശക്തിയായിട്ട് നിൽക്കുമ്പോൾ പോലും TVK എന്ന പാർട്ടി മുന്നോട്ട് വന്ന വഴികൾ ആലോചിച്ച് നോക്കുക. TVKക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നത് ആലോചിച്ച് നോക്കുക. കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, BJPയുമായിട്ടുള്ള അലയൻസ് TVKക്ക് ഉണ്ടാകുമെന്നോ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ വിജയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ 2024 എങ്ങനെയാണോ ഈ പാർട്ടി കൊണ്ടുവന്നത്, സ്വതന്ത്രമായിട്ട് തന്നെ മത്സരിക്കും, ആരുമായിട്ടും സഖ്യം ചേരില്ല എന്ന് TVK ആദ്യം മുതൽ പറഞ്ഞത് കൃത്യമായി വിജയ് 2026 എത്തി നിന്നപ്പോൾ വരെ പാലിച്ചു എന്നത് പറയേണ്ടി വരും. ഇതിനിടയിൽ ആരും ചിന്തിക്കാൻ കഴിയാത്ത, ആരും അഭിമുഖീകരിക്കാൻ പോലും താല്പര്യപ്പെടാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ വിജയ് കടന്നുപോയി. കരൂർ ദുരന്തം ഉദാഹരണമാണ്, CBI എൻക്വയറി ഒരു ഉദാഹരണമാണ്, പേഴ്സണൽ വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് കേസ് ഒരു ഉദാഹരണമാണ്, സിനിമാ മേഖല എടുത്തു നോക്കിയാൽ ജനനായകൻ്റെ റിലീസ് ഒരു ഉദാഹരണമാണ്, അതിനിടയിൽ DMK പോലുള്ള പാർട്ടികളുടെ വിമർശനങ്ങൾ ഒരു വലിയ ഉദാഹരണമാണ്. ഇതുപോലെ പല പല പ്രതിസന്ധികൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് TVK കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തത്. വിജയ് തന്നെ പറയാറുള്ളത് പോലെ പല രീതിയിലും വിജയ്ക്കെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചിട്ട് പോലും ഈ പയ്യൻ തളരുന്നില്ലല്ലോ എന്ന് വിജയ് തന്നെ പറഞ്ഞ പ്രസംഗത്തിലാണ് കേട്ടോ. അതേ രീതിയിൽ തന്നെ വിജയ് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന DMKക്ക് പോലും ഒരു ചെറിയ ശ്വാസം മുട്ടൽ ഉണ്ടാക്കാൻ TVKക്ക് കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് വരുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട ലീഡറാണല്ലോ അണ്ണാമലൈ എന്താ പറയുന്നത്, യൂത്തിൻ്റെ വോട്ട് പലതും വിജയ്ക്ക് പിടിക്കാൻ കഴിയുമെന്നത് തന്നെയാണ്. അതായത് ഓപ്പോസിഷൻ ലീഡേഴ്സ് ഉൾപ്പെടെ വിജയ് വോട്ട് പിടിക്കില്ല എന്നല്ല പറയുന്നത്, യൂത്തിൻ്റെ പല വോട്ടുകളും പിടിക്കാൻ വിജയ്ക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് വരുന്നത്. വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടേഴ്സ് എന്ന് പറയുന്നത് യുവാക്കളും സ്ത്രീകളുമാണ്. ആ 2 കാറ്റഗറി വോട്ട് വിജയ്ക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ 15 to 20% എന്ന വോട്ടുകൾ ഈസിലി പിടിക്കാൻ വിജയ്ക്ക് കഴിയുന്നേ. അവിടെയാണ് TVK ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡ്. ഇതല്ലാണ്ട് വേറൊരു കാറ്റഗറി ഉണ്ട്, ഈ ഭരണവിരുദ്ധ വികാരം ആഗ്രഹിക്കുന്ന കുറച്ച് വിഭാഗം ആളുകളുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ 15 to 20% എന്ന വോട്ട് ഷെയർ കംപ്ലീറ്റ് ആയി മാറും. അവിടെയാണ് TVK ഒരു ഭരണം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ആർക്ക് ഭരിക്കാൻ കഴിയുമെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് മാറുന്നത്. ഓർക്കുക, TVKയിലെ മറ്റൊരു ലീഡേഴ്സിനെയും പലർക്കും അറിയില്ല. അവിടെ എല്ലാം നിൽക്കുന്നത് വിജയ് എന്ന വ്യക്തിയുടെ പോസ്റ്റേഴ്സും വിജയ് എന്ന വ്യക്തിയുടെ ചിഹ്നങ്ങളും ഒക്കെ മാത്രമാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട്ടിലെ ഇലക്ഷൻസിൽ ഇത്രയും സീറ്റ്, എല്ലാ സീറ്റുകളിലും മത്സരിപ്പിക്കാൻ ഒരു സ്വതന്ത്രമുണ്ട്. അത് മാറ്റിവെച്ചാൽ എല്ലാ സീറ്റിലും നിർത്തിവെക്കാൻ TVKയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് കൃത്യമായ രീതിയിലൊരു അനാലിസിസ് എത്ര വർഷം എടുത്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും ഈ 2026 ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വിജയ് തയ്യാറെടുത്തത്. നമ്മൾ കണക്കുകൾ നോക്കിയാൽ ഏകദേശം 10 വർഷങ്ങളുണ്ട്. ആ 10 വർഷം 2016 to 26 വരെയുള്ള കാലയളവിൽ തൻ്റെ സിനിമയിലൂടെ രാഷ്ട്രീയം കയറ്റിയും രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയും BJPക്കെതിരെ സംസാരിച്ചും അങ്ങനെ പല രീതിയിലും വാർത്താമാധ്യമങ്ങളിൽ ഇടം നേടിയ വിജയ് ഇന്നത്തെ 2026 സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരിക്കലും BJPയുമായിട്ടുള്ള അലയൻസിനെ പറ്റി TVKക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നടത്തി വന്ന പ്രൊസീജിയേഴ്സ്, നടത്തി വന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ മറന്നിട്ട് ഇതിന് പിന്നാലെ പോകണം. മാത്രമല്ല, വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ പല കൊള്ളക്കാരുണ്ട്, നിങ്ങളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി വന്നവരുണ്ട്, എനിക്കങ്ങനെ നിങ്ങളുടെ പണം തട്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് പോയിന്റിൽ
നിൽക്കുന്ന സമയത്താണ് ആ സിനിമാ ജീവിതം പോലും വേണ്ട എന്ന് വെച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ഒരാളായി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നതും കൂടി പറയുമ്പോൾ അത് വേറെ പാർട്ടിയുമായിട്ട് അലയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം TVK സ്വതന്ത്രമായി നിന്ന് ജനങ്ങൾക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഇലക്ഷനിലെങ്കിലും അത് വളരെ നിർണായകമാണ്. എന്നാൽ മാത്രമേ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം TVKക്ക് നേടിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് കൃത്യമായ കാൽക്കുലേഷൻ അനുസരിച്ചാണ് വിജയ് ഇതുവരെ കളിച്ചിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കാൽക്കുലേഷൻസ് എല്ലാം ജനങ്ങൾ നോക്കിക്കണ്ട് കൃത്യമായ രീതിയിൽ വോട്ട് ഷെയർ TVKക്ക് ഒരു 15 to 20% പിടിക്കാൻ കഴിഞ്ഞാൽ വിജയും അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, വിജയ് അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ എത്ര വന്നാലും, അതിൽ കൂടുതൽ 1% പോലും വന്നാലും വിജയ്ക്ക് ബോണസാണ്. ആ ബോണസിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വിജയ്ക്ക് തുടർച്ചയായ അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എളുപ്പമാണ്. അതുമാത്രമേ വിജയും ആഗ്രഹിക്കുന്നുള്ളൂ. ആ എക്സ് ഫാക്ടർ പൊസിഷൻ കൃത്യമായ രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കളിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോഴേക്കും അത് സാധിച്ചാൽ വിജയ് 100% വിജയ് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ ഒരു 2 ഇരട്ടി രീതിയിൽ തമിഴ്നാട് ജനത ഒരു വരവേൽപ്പ് കൊടുത്താൽ അവിടെ നിന്നും വിജയെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് സ്റ്റാലിനും വ്യക്തമായിട്ടറിയാം. വരും വർഷങ്ങളിലും TVK ഇതേ ഓളം പിടിക്കാൻ കഴിഞ്ഞാൽ, വിജയ് ഇതേപോലെ ഇറങ്ങിക്കളിച്ചാൽ സ്റ്റാലിനും അതൊരു വലിയ ക്ഷീണമാകുമെന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.